കാർ ആക്സിഡൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ്. കാരണം ഞാനതുപോലെ ജീവിതത്തിൽ ഒരു ഡെഡ്ലി കാർ ആക്സിഡൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഓഫ് ദാറ്റ് സ്റ്റോറി. സോ ഈയിടെയായിട്ട് കുറേ കാർ ആക്സിഡൻറ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈശ്വര ഞാനും ഇതുപോലെ പെട്ടുപോകേണ്ടതായിരുന്നു. ദൈവഭാഗ്യത്തിലാണ് എന്നെ രക്ഷപ്പെട്ടത്. ഡ്രൈവിംഗ് പഠിക്കുന്ന കാലം എന്ന് വെച്ചാൽ ഞാൻ മാരുതി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നു. ജസ്റ്റ് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ മാത്രം അറിയുന്ന കാലം. എൻ്റെ കൂട്ടുകാരൻ രാത്രി കൊണ്ട് പറഞ്ഞടാ നമുക്കൊരു സ്ഥലം വരെ പോകണം, അവൻ്റെ ഒരു ഒമ്നിയുണ്ട്, പഴയൊരു ഒമ്നി, നീ ഓടിച്ചോ എന്ന് പറഞ്ഞു. നമുക്കന്ന് ഓടിക്കാറിയത്തില്ലെങ്കിലും ആവേശത്തിന് കുറവൊന്നുമില്ല. ഞാൻ നേരെ ഒമ്നി എടുത്തു, നേരെ പോയി. അങ്ങും ഇങ്ങും തൊടാതെ എങ്ങനെയൊക്കെ ഞാൻ ഓടിച്ചു പോയി. എനിക്ക് അതിനകത്ത് വലിയൊരു ഐഡിയ ഒന്നുമില്ല. നേരെ പോയി ചെന്നപ്പോഴത്തേക്കും താഴെ അവൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോകാം, ആൻറ്റി ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, വൈ നോട്ട്, നമുക്ക് കോൺഫിഡൻസ് അല്ലേ കയ്യിലുള്ളത്. ഞാൻ നേരെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് നേരെ ഒരു കുത്തിനുള്ള ഇറക്കത്തിലോട്ടാണ് അവൻ്റെ ആൻറ്റിയുടെ വീട്. ഞാൻ നേരെ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് ഒമ്നിക്കൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഒമ്നിയുടെ ആക്സിലേറ്റർ പെഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആക്സിലേറ്റർ പെഡൽ ഒരു ചെറിയ സ്കെയില് പോലെ, അതായത് ചെറിയ സ്കെയില് പോലെ ഇരിക്കുന്നത്. നമ്മുടെ മറ്റുള്ള കാറ് പോലെ മേളിൽ നിന്നല്ല ആക്സിലേറ്റർ വരുന്നത്. ഇത് താഴെ നിന്ന് ഒരു ചെറിയ സ്കെയില്, ഒരു ചെറിയൊരു സംഭവത്തിനകത്താണ് ആക്സിലേറ്റർ ഇരിക്കുന്നത്. എനിക്കാണ് അന്നത്തെ ഒരു ആവേശത്തിന് ഇറക്കമായപ്പോഴത്തേക്കും ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും ബ്രേക്ക് ചവിട്ടിൻ്റെ കൂട്ടത്തിൽ ചെരുപ്പ് സ്ലൈഡ് ചെയ്ത് ഈ ആക്സിലേറ്റർ പെഡലും കൂടെ ഒറ്റ ചവിട്ടി. ആ വണ്ടിക്കാണെങ്കിൽ കട്ടക്കാരൻ്റെ ബ്രേക്കും ഇല്ലായിരുന്നു. വണ്ടി ബ്രേക്കും ആക്സിലേറ്ററും കൂടെ ഒരുമിച്ച് ചവിട്ടിയപ്പോഴത്തേക്കും പറന്ന് നേരെ പോയിട്ട് ആ ഇറക്കത്തിൽ നേരെ പോയിട്ട് ഒരു പോസ്റ്റ്, ഒരു KCBയുടെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് 2 പീസ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി, ഞാൻ ആ വണ്ടി ഇടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് പോയി. കാരണം തീ കത്താൻ പോകണമെന്ന് അവൻ പേടിച്ചു പോയി നിമിഷം. കാരണം പോസ്റ്റിലോട്ട് ഇടിച്ചപ്പോഴത്തേക്കും സിമെൻറ്റിൻ്റെ പൊടിയെല്ലാം കൂടെ ചെതറിയത്. അപ്പോഴത്തേക്കും അവൻ വിചാരിച്ചു ഇപ്പോൾ കാർ തീ പിടിക്കുമെന്ന്. അങ്ങനെ അവൻ ചാടി, ഞാൻ അതേപോലെ ഇരുന്നു. പക്ഷെ ബോധം വന്നിട്ട് പറ്റിയ പണിയെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു ചേച്ചി ആ പോസ്റ്റിന് സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ഒമ്നി വരുന്ന കണ്ട ആ ചേച്ചി ജീവനെ കൊണ്ട് ഓടി. അതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. സംഭവം പോസ്റ്റ് ഇടിച്ചു കഴിഞ്ഞ് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റി. അവൻ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ നോക്കിയിട്ട് വണ്ടി നേരെ മാത്രമേ ഓടാൻ പറ്റത്തുള്ളൂ. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി, ഗ്രാമപ്രദേശമല്ലേ, അപ്പം കുറെ അമ്മാവന്മാരൊക്കെ വന്ന് പറഞ്ഞു, മോനെ ഒരു പണിയേ, നീ പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല, ഒരു കുപ്പി എടുത്ത് വന്നാൽ മതി, നമ്മൾ ഡീലാക്കാന്നൊക്കെ പറഞ്ഞ് പല എന്തു പറയണ്ട സംഭവങ്ങളും പല ഓഫറിങ്സാണ്. ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇടി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ആ ഗ്രാമത്തിൽ ഓരോ ചെറിയ ബൾബ് പോലും ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ഏരിയയിലോട്ടുള്ള എല്ലാം കൂടെ ഒരു പോസ്റ്റിലാണ് കറണ്ടിൻ്റെ കണക്ഷൻ വന്നുകൊണ്ടിരുന്നത്. ആ മെയിൻ പോസ്റ്റാണ് ഞാൻ ഇടിച്ച് തകർത്തത്. എൻ്റെ ഭാഗ്യം വെച്ചാൽ എനിക്ക് 2 ഭാഗ്യം ഉണ്ടായി. വണ്ടി ഇടിച്ച്, അതായത് വണ്ടി കറക്റ്റ് നടുക്കാണ് കൊണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പ്രശ്നമൊന്നും ഉണ്ടായില്ല. പ്ലസ് പോസ്റ്റ് ഇടിച്ച് 2 ഒടിഞ്ഞെങ്കിലും ആ പോസ്റ്റ് നേരെ താഴോട്ട് തന്നെ കുത്തി നിന്നുപോയി, വണ്ടിയുടെ മേലോട്ടും വീണില്ല. പക്ഷെ അവിടെ കൊണ്ട് കഥ അവസാനിച്ചില്ല. വണ്ടിയുടെ പണിയും പിന്നെ പുതിയ പോസ്റ്റ് മേടിച്ചു കൊടുത്തു എൻ്റെ പേരിൽ. അന്ന് 7,000 രൂപയോളമാണ് പോസ്റ്റിന് മുടക്കിയത്. KCBക്കാർ വന്നു, ഫ്യൂസ് ഊരി എൻ്റെ പേരിൽ പോസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇപ്പോഴും പാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പേരിൽ പോസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പഴയ കാലത്തിലെ ഒരു ഓർമ്മയ്ക്ക് ഒരു പോസ്റ്റ് വരെ എൻ്റെ സ്വന്തം പേരിലോട്ട്. അപ്പം ഈ ആക്സിഡൻ്റൊക്കെ കാണുമ്പോൾ ഞാനെപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, നമ്മളൊക്കെ എന്ത് വാദമായിട്ടാണ് ഓടിച്ചത് ഇപ്പോഴത്തെ പിള്ളേരെ കാണുമ്പോൾ. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്, ബേൺ റബ്ബർ, നോട്ട് സോൾട്ട്. താങ്ക് യു.